ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ കസിൻ്റെ ഫ്രണ്ടിൻ്റെ ബ്രൈഡ് ടു ബി ആയിരുന്നേ. പൂജ എന്നാണ് ആളുടെ പേര്. അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫ്ലവർ ബൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ വാങ്ങിയത് പേളഡ്ജ് ഫ്ലവർ റാപ്പിംഗ് അല്ലെങ്കിൽ കൊറിയൻ ഫ്ലവർ റാപ്പിംഗ് എന്നൊക്കെ പറയുന്ന ഒരു പേപ്പറും, പിന്നെ സാധാരണ നമ്മളെ ഫ്ലവർ റാപ്പിംഗ് പേപ്പറും, പിന്നെ ഒരു സാറ്റിൻ റിബണും ട്രാൻസ്പെറൻറ്റ് പേപ്പറും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ആണ് കേട്ടോ ഞാൻ ബൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തത്. കാരണം പിന്നെ അതൊരു മെമ്മറി ആയിട്ട് കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. പിന്നെ ഇപ്പം ഞാൻ എന്തായി കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ 2 സെറ്റ് ഫ്ലവർ ആയിരുന്നു ഞാൻ മേടിച്ചത്. അതങ്ങനെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഓരോന്നിങ്ങനെ കട്ട് ചെയ്ത് സെപ്പറേറ്റ് ആക്കുക കേട്ടോ. പിന്നെ ഈ ഫ്ലവർ കുത്തി വെക്കാൻ വേണ്ടിയിട്ട് ഫ്ലോറൽ ഫോം യൂസ് ചെയ്യാം. എൻ്റെ കയ്യിൽ ഇതില്ലാത്തതുകൊണ്ട് ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇത് സ്പോഞ്ച് പോലെ തന്നെ ഉള്ളൊരു സാധനമാണ്. അങ്ങനത്തെ 2 സെല്ലോ ടൈപ്പ് ചെയ്തിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് 2ആയിട്ട് മുറിക്കുകയാണ്. എന്നിട്ട് അതിലൊരു ഷീറ്റ് എടുത്തിട്ട് ആദ്യം പുറത്തുള്ള ഭാഗം ഉള്ളിലേക്ക് മടക്കിയിട്ട് അതൊന്നുകൂടെ പുറത്തേക്ക് മടക്കുക കേട്ടോ. എന്നിട്ട് അവിടെ ഒരു സെല്ലോ ടൈപ്പ് എടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു ഫ്ലവർ സ്റ്റാൻഡിൻ്റെ 4 ഭാഗത്തും ഇതേപോലെ ട്രാൻസ്പെറൻറ്റ് ഈ പേപ്പർ വെച്ചിട്ട് സെല്ലോ ടൈപ്പ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ബൈ ദ വേ ഗൈസ്, ഇതെൻ്റെ ആദ്യത്തെ പരീക്ഷണമാണ്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി 4 ഭാഗത്തും നല്ലപോലെ ഒട്ടിച്ചു കഴിഞ്ഞു. അതിനുശേഷം ഒന്നും കൂടി ഒന്ന് സെക്യൂർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മൊത്തത്തിൽ ഒന്നും കൂടി ഒന്ന് സെല്ലോ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പിങ്ക് റാപ്പിംഗ് പേപ്പർ എടുത്തിട്ട് ഒറ്റ റൗണ്ട് ചുറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ അടുത്ത റൗണ്ട് ചുറ്റി കൊടുക്കുന്നത്. 2ാമത്തെ റാപ്പിംഗ് നമ്മളെ സ്റ്റാൻഡിൻ്റെ എൻഡിൽ കൂടി ആയിരിക്കണം കേട്ടോ പോകുന്നത്. അത് കവർ ആവുന്ന പോലെ ആയിരിക്കണം. അതിനുശേഷം ഞാൻ സെൻറ്ററിലായിട്ട് ഒരു സാറ്റൻ റിബൺ കൊണ്ട് ഒരു കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ സെൻറ്ററിലായിട്ട് തന്നെ ഒരു ബോയും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമ്മളെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇതേപോലത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ശരി.